ഗായ്സ് നമുക്കൊരു ഒക്ടോബസ് കിട്ടിയിട്ടുണ്ട്. ഇതാക്കണ്ടില്ലേ, ഇത് നമ്മൾ റോസ്റ്റ് അടിക്കാൻ പോകണം മസാല. ഇത് ഇന്നലത്തെ വ്ളോഗിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വീഡിയോ. കണ്ടവർക്ക് അറിയാം, കണ്ടിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് കാണാം. ഇതാണ് നമ്മൾ ഇന്നത്തെ. നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ഒരു പാത്രം വെള്ളം നല്ലപോലെ തിളപ്പിച്ച് ഒക്ടോബസിനെ ചൂട് വെള്ളത്തിയിട്ട് മുക്കി ഇതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് കളയണം. അതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഗ്യാസ് കത്തിച്ചു, പാത്രം വെച്ചു. ഇതിന് വെള്ളം തിളച്ചതിന് ശേഷം ഈ ഒക്ടോബസ്, അതായത് നീരാളിയെ നമ്മൾ ഈ ചൂടുവെള്ളത്തിയിട്ട് മുക്കി ഇതിൻ്റെ സ്കിന്നൊക്കെ കളയണം. വെള്ളം നല്ല ചൂടായിട്ടുണ്ട്, തിളച്ചില്ല, നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ നീരാളി ഒക്ടോബസിനെ എടുത്തിടാം. ഇതിലോട്ട് ഇട്ട് നോക്കാം. കണ്ടോ, ഇടുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരിത് മാറി വരുന്നുണ്ട്. കണ്ടോ, ടെൻഡക്കിൾസ് ചുരുണ്ട്. That's nice. ഇത് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അത് തിളച്ച് ഇനി നമുക്കിത് ഈ സ്കിന്നൊക്കെ ഒന്ന് എടുത്തേക്കുന്നുണ്ടോ. ഇവിടുന്ന് കുറേയൊക്കെ ഇളകി വന്നിരിക്കുന്നുണ്ടോ. ഇതിന് വേഗം ഇളകി വരും. ഇതുണ്ടോ, കണ്ടോ, സ്കിന്ന് ഇളകി വരുന്നുണ്ടോ. നല്ല ഈസി ആയിട്ട് ഇളക്കി എടുക്കാൻ പറ്റും. സ്കിഡ് നല്ലല്ല പറഞ്ഞ. ഇത് ഇങ്ങനെ ഇളക്കാൻ ഇങ്ങനെ ചെയ്യും. ഇങ്ങനെ പാടും. ശരി, ടഫ് ആണെന്നാലും കുഴപ്പമില്ല. ഇതിൽ നമ്മൾ റെഡ് ചില്ലി സോസ്, ഗ്രീൻ ചില്ലി സോസ്, പിന്നെ ഡാർക്ക് സോയ സോസ്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇതൊത്തിരി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട്. അടുത്ത ഗ്യാസ് കത്തിക്കാം, പാൻ വയ്ക്കാം, അല്ല ചട്ടി വയ്ക്കാം. ശുദ്ധമാണ് നല്ലെണ്ണയായി. നല്ലെണ്ണയല്ല, വെളിച്ചെണ്ണയാണ്. എന്താ മതി കുറച്ച് അറിയില്ല. നല്ല ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് വെങ്കായം ഇടാം. ഉള്ളി, സവാള കട്ട് ചെയ്തത്. അത് തമിഴില് വെങ്കായം. നല്ല ശുദ്ധமான വെങ്കായം, ശുദ്ധமான പച്ച ചുമല തക്കാളി. ജസ്റ്റ് ഒരു ബ്രൗണിഷ് കളർ ആയിട്ടുണ്ട്. നമ്മളെ ചെറിയൊരു കളർ വ്യത്യാസം വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനി തക്കാളി, ചുമല തക്കാളി, നല്ല ഉണ്ട തക്കാളി എല്ലാം ഇട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. ഗൈസ്, നമുക്ക് വാവുമായിട്ട് ഗ്രീൻ ചില്ലീസ് ഇടാം, ആൻഡ് കാന്താരീസ് ഇടാം. കാന്താരി മുഴുവനോടെയാണ് ഇടുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം, നല്ല ഇളക്കി കൊടുക്കാം. ഗൈസ്, ഐ ആം എ പ്രൊഫഷണൽ കുക്ക്. ഞാൻ ഉണ്ടാകുന്ന ഫുഡ് എല്ലാവരും കഴിക്കും. ആ ഇളക്ക് കാണുമ്പോൾ അറിയാമല്ലോ, പ്രൊഫഷണൽ കുക്കിൻ്റെ ഇളക്ക്. ഇതാണ്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി കുറച്ച് മതി. കാരണം
ഇത് അത്യാവശ്യം ഇപ്പം തന്നെ എരിവുണ്ട്. ചില്ലി പൗഡർ, കുറച്ച് പെരിഞ്ചീരകം, കുറച്ച് മതി. ചെറിയ ജീരകം, പിന്നെ ഇച്ചിരി കുരുമുളക്, ബ്ലാക്ക് പെപ്പർ പൗഡർ, ഇതിലോട്ട് കുറച്ച് റോസ്മേരി, കുറച്ച് തൈമ് ഇട്ട് കൊടുക്കും. അവർക്ക് അതിനുള്ള ടൈമല്ല, ഇത് വേറെ ടൈമല്ല. ഡ്രൈവറുണ്ട്, ക്യാമറ. മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന റെസിപ്പി ഗൈസ് നമ്മൾ ഇതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില അല്ലേ ഇത്? ആ ആയിട്ടുണ്ട്. റബ്ബറി ടെക്സ്ചർ ആണല്ലോ പറഞ്ഞത്. അല്ല, ഇത് ഒരുപാട് നേരം ഇട്ട് വേവിക്കാൻ പാടില്ല, എങ്കിൽ നല്ല വേവത്തില്ല. അതായത് ഈ റബ്ബറിൻ്റെ ടേസ്റ്റ് അതുപോലെ ആവും. അല്ലെങ്കിൽ ഇത് വേഗം പാകം ചെയ്ത് ഒരുപാട് നേരം വേവിക്കേണ്ട ആവശ്യമില്ല. സാധനം കയ്യിലുണ്ട്, ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ടേസ്റ്റ് ചെയ്യാം. കയ്യിൽ നിന്ന് എടുത്ത് മാറ്റുമോ? എങ്ങനെയുണ്ട്? കയ്യിൽ നിന്ന് എടുത്ത് മാറ്റുമോ? കൈ മാറ്റി എന്നിട്ട് ടേസ്റ്റ് എങ്ങനെയാണെന്ന് പറയാം. നിങ്ങൾ ടേസ്റ്റ് ചെയ്യും. അടിപൊളി, സൂപ്പർ ടേസ്റ്റ്. ഗൈസ് ഇത് കൊള്ളാന്നാണ് പറയണത്. ആദ്യം ഒരു റബ്ബറിന് ടെക്സ്ചർ ഉണ്ട്, പിന്നെ സോഫ്റ്റ് ആവുന്നുണ്ട്. ഞാൻ കഴിച്ചോട്ടെ. ഓവറോൾ റേറ്റിംഗ് 8.5.